ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കാലത്ത് പിന്നെ ആർണോൾഡിൻ്റെ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ എൻസൈക്ലോപീഡിയ ബോഡി ബിൽഡിങ്ങിൻ്റെ ആർണോൾഡ് എഴുതിയൊരു ബുക്കുണ്ട്. അത് നോക്കിയിട്ടാണ് പിന്നെ വർക്കൗട്ട് ചെയ്തിരുന്നത്. ബോഡി ബിൽഡിംഗ് ഫീൽഡിലുള്ള ആൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആർണോൾഡ് എന്ന് പറഞ്ഞ് തമാശക്ക് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു ആദ്യം. പിന്നീട് സീരിയസ് ആയിട്ട് പറയാൻ തുടങ്ങി. അപ്പം അന്ന് മുതലേ ഞാൻ ആരാധിക്കുന്നതും എൻ്റെ റോൾ മോഡലും എല്ലാമാണ് ആർണോൾഡ്. ആർണോൾഡിനെ നേരിട്ട് കാണാൻ പറ്റിയത് 10 വർഷത്തിന് മുമ്പാണ്. മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ചെന്നൈയിലൊന്ന് വിക്രം വിളിച്ച് പറഞ്ഞ് എന്നോട് ഇങ്ങനെ ആർണോൾഡ് വരുന്നുണ്ട്. അങ്ങനെ പോയിട്ട് കണ്ട് അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. അദ്ദേഹത്തിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റിയത് ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അപ്പം ആർണോൾഡ് എന്നുള്ളത് എൻ്റെ ആ ഒരു ഇതിലങ്ങോട്ട് കലർന്നു പോയി. അർണോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും മലയാളികൾക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരും കൂടിയാണല്ലോ, അബു സലീം എന്ന് പറയുന്നത്. അത് തരുന്ന ഒരു ബൂസ്റ്റ്, ഇപ്പൊ എല്ലാ കാര്യത്തിലും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന ഒരു കോൺഫിഡൻസും ബൂസ്റ്റ് എങ്ങനെയാണ്? അർണോൾഡ് ഞാൻ ബോഡി ബിൽഡിങ് ചെയ്ത് ആ കാലഘട്ടത്തിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കാലത്ത് പിന്നെ ആർണോൾഡിൻ്റെ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ എൻസൈക്ലോപീഡിയ ബോഡി ബിൽഡിങ്ങിൻ്റെ ആർണോൾഡ് എഴുതിയൊരു ബുക്കുണ്ട്. അത് നോക്കിയിട്ടാണ് പിന്നെ വർക്കൗട്ട് ചെയ്തിരുന്നത്. അപ്പം അന്ന് മുതലേ ഞാൻ ആരാധിക്കുന്നതും എൻ്റെ റോൾ മോഡലും എല്ലാമാണ് ആർണോൾഡ്. ആർണോൾഡിനെ നേരിട്ട് കാണാൻ പറ്റിയത് 10 വർഷത്തിന് മുമ്പാണ്. മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ചെന്നൈയിലൊന്ന് വിക്രം വിളിച്ച് പറഞ്ഞ് എന്നോട് ഇങ്ങനെ ആർണോൾഡ് വരുന്നുണ്ട്. അങ്ങനെ പോയിട്ട് കണ്ട് അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. അദ്ദേഹത്തിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റിയത് ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അപ്പം ആർണോൾഡ് എന്നുള്ളത് എൻ്റെ ആ ഒരു ഇതിലങ്ങോട്ട് കലർന്നു പോയി. അപ്പം അത് പിന്നെ ബോഡി ബിൽഡിംഗ് ഫീൽഡിലുള്ള ആൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആർണോൾഡ് എന്ന് പറഞ്ഞ് തമാശക്ക് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു ആദ്യം. പിന്നീട് സീരിയസ് ആയിട്ട് പറയാൻ തുടങ്ങി. പിന്നെ അതെന്തായാലും ഈ മേഖലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് ആർണോൾഡിനെ കാണാനും പരിചയപ്പെടാനും പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് എല്ലാവർക്കും അതിശയമാണ് അങ്ങനൊരു ഇത് കിട്ടിയത്. അപ്പം ഞാൻ പറയാം, മനസ്സിൽ നമ്മളെന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. അതിനൊന്നും സംശയമില്ല. അത് പ്രയത്നിക്കും വേണം. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഡെഡിക്കേഷൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് വിചാരിച്ച സ്ഥലത്തെത്താൻ പറ്റും. ഒരു സംശയമല്ല.